ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുർസുസു ജന്നത്ത്. ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാനും കുറേ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ടൈം കിട്ടാത്തതിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ റേറ്റും തരംതിരിച്ച് വെച്ചിട്ടാണ്. അതായത് ഫസ്റ്റ് റോല് 150, സെക്കൻഡിൽ 200, 250, പിന്നെ മൂന്നാമത്തെ റോളുള്ളത് പിന്നെ 350 അതിൻ്റെ എബോവ് ഉള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാനും സ്ക്രീൻഷോട്ട് എടുത്ത് വിടാനും ഒക്കെ പറ്റും. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് വിടാം. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സീഡ്ലിങ്സ് തന്നെ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്, പിങ്ക് ഡാൽമേഷൻ 150. ഈ റോളിലൊക്കെ 150 ആട്ടോ. ഇത് പിങ്ക് ലെഗസി, ഇത് നമ്മളെ സ്നോ വൈറ്റ്, ഇത് പിങ്ക് അരോര എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് ഐഡിയ അറിയില്ല, നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത്രയേ ഉള്ളൂ 150ൻ്റെ പ്ലാന്റ്. ഇനിയുള്ളതൊക്കെ 200 ആണ് കേട്ടോ ഈ റോളുള്ളത്. ഇതൊരു വലിയ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഐഡിയ അറിയില്ല, ഉണ്ടല്ലേ, നല്ല വലിയ പ്ലാന്റാണ്. അല്ലേ, വലിയ നമുക്ക് നല്ല പോട്ടിലൊക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റിയ വലിയ പ്ലാന്റാണ് ഇത്. പിന്നെ ഫയർ റെഡിൻ്റെ പ്ലാന്റാണ്. ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ 200-ലാണ്. ഇത് ഗോൾഡൻ പപ്പായ, ഇത് റെഡ് ബ്യൂട്ടി, ഇത് ലെക്സബ്, ഇത് നാരോ വൈറ്റ് നാരോ ലീഫ് ആട്ടോ. അതിന് ഒരു ഷൂട്ടിനാണ് 200. ഇത് ഡയമണ്ട് റെഡ്, ഇത് ഐഡിയ അറിയില്ല, പിങ്ക് പാന്തറിനെ പോലെ ഉണ്ട് കാണാൻ, എന്താ കറക്റ്റ് അറിയില്ല. പിന്നെ ഇത് പീച്ച് കേട്ടോ. ഇത്രയാണ് 200ൻ്റെ പ്ലാന്റ്സ്. ഇനി 250ൻ്റെ ആണ് കേട്ടോ അടുത്ത് പറയുന്നത്. ഇതൊരു റയർ വെറൈറ്റിൻ്റെ തൈയാണ്, ഐഡിയ അറിയില്ല. ഇത് റെഡ് അഞ്ചുമ കേട്ടോ, ഇത് റെഡ് എമറാൾഡ്, ഇത് ക്യാൻഡി, പിങ്ക് ക്യാൻഡി. ഇത് ഗ്രീൻ ക്യൂട്ട് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് സിൽവർ ഫോസ്റ്റ് എന്നാണ്, ഒരു റയർ വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ആ റോല് കാണിക്കാം, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അത് വീനസ് റെഡ്, അത് വലിയ പ്ലാന്റാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് കാണിക്കാൻ കഴിയില്ല, അത്രയും വലിപ്പമുണ്ട്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്, ട്വിങ്കിൾ എന്നാണ്, നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്. അതിൻ്റെ തൈയാണ് 250ൻ്റെ. അപ്പോൾ ഇത്രയാണ് 250ൻ്റെ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മൂന്നാമത്തെ റോ ഫുള്ളും 350 അതിൻ്റെ എബോവ് ഉള്ള റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിടാം. ഇത് നല്ല റെഡുള്ളൊരു പ്ലാന്റാണ്, നല്ല രസത്തിൽ കാണാൻ. ഇത് വേറൊരു വെറൈറ്റിയാണ്, ഐഡിയ അറിയില്ല. ഈ വട്ടത്തിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്, ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. 350 ആണ് അതിന് റേറ്റ്. ഇത് റൂബി ഗരുഡാണ്. ഗരുഡ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ഒക്കെ കാണിച്ചിന്, അതിൻ്റെ വലിയ പ്ലാന്റാണിത്. ഇത് 400ൻ്റെ വലിയ പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് മെർലിനാണ് കേട്ടോ, 350 ആണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ തായ് ഫ്രോസൺ ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. ഇത് 450 ആണ്, ഇതിൻ്റെ 350ൻ്റെ ഉണ്ട്. പിന്നെ ട്രൈ കളറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സിൽവർ ഫോസ്റ്റ് എന്നാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് വലിയ മദർ പ്ലാന്റാണ് 450ൻ്റെ. അതിൻ്റെ തൈയാണ് ഞാൻ അവിടെ കാണിച്ചത് 250ൻ്റെ. ഒരു പുതിയ ന്യൂ വെറൈറ്റിയാണ് ഇത്. പിന്നെ പിങ്ക് ഡാൽമേഷൻ, ഇത് വലിയ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റ്, ഇതിനൊരു ഷൂട്ടൊക്കെ ഉണ്ട്. ഇത് സൂപ്പർ വൈറ്റ്, അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് 350ൻ്റെ. പിന്നെ നമ്മളെ വിതുരിയാണ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് വിതുരി, കണ്ടില്ലേ, സൂപ്പർ പ്ലാന്റാണ്. 350 ഉള്ളതിന് റേറ്റ്. നല്ല ഇത് വലുതായാലൊക്കെ ബുഷായി വന്നാൽ ലീഫൊക്കെ നല്ല കളറും വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ഹെൽത്തി പ്ലാന്റാണിത്. പിന്നെ ഇത് സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നെക്സ്റ്റ് വണ് സെക്സീലിയ. സെക്സീലിൻ്റെ ചെറിയ തൈയുണ്ട്, ഇത് വലിയ പ്ലാന്റാണ്. പിന്നെ റെഡ് പനാമ, പിന്നെ ഉള്ളത് മെഹനാക്കോണ്, ഇത് വലിയ പ്ലാന്റാണ് കേട്ടോ, 850ൻ്റെ വലിയ പ്ലാന്റാണ്. പിന്നെ പിങ്ക് വാലൻറ്റൈൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ്, 350 ആണ് ഇതിന് റേറ്റ്. പിന്നെ പീച്ച്, എന്ത് പീച്ചാണെന്ന് അറിയില്ല, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിന് 3 ബേബീസൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
പിന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഏതൊക്കെ വേണ്ടിയെന്ന് അറിയുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ കുറച്ച് എഗ്ലോണിമെൻ്റ് കെയറെന്ന് പറയാം. ചില ന്യൂ കമേഴ്സിനൊന്നും തീരെ അറിയുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 ഇഞ്ച് 10 ഇഞ്ച് സാഫ് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിലാക്കിയിട്ട് അതിൽ മുക്കി വെക്കുക. അതിന് ശേഷം നല്ല ഹോളുള്ള പോട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് കഷ്ണം കല്ലുകളോ ഓടുകളോ ഒക്കെ പാകിയിട്ട് പോട്ടി മിക്സ് നിറച്ചിട്ട് പോട്ട് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ സീഡ്ലിങ്സ് അല്ലെങ്കിൽ ചെറിയ തൈകൾ പിന്നെ അത് ഒരിക്കലും വലിയ പോട്ടിൽ പോട്ട് ചെയ്യരുത്. ഇപ്പം ജസ്റ്റ് ഞാൻ കാണിക്കുക. ഇതാ ഇത്ര 3 ഇഞ്ച് അല്ലെങ്കിൽ 3-4 ഇഞ്ച് ചെറിയ പോട്ടുകളുണ്ടാവും. അതിൽ വെറും മണലും ചാണകപ്പൊടിയും പെർലൈറ്റും മാത്രം മതി. ഒരു വളങ്ങളും ആവശ്യമില്ല. കാരണം ഇതൊരു ചെറിയ തൈകളാണ്. അപ്പോൾ ഇത് നമ്മളെ മണ്ണുമായിട്ടും അന്തരീക്ഷമൊക്കെ ആയിട്ട് പിടിച്ച് സെറ്റായി 1-2 മാസങ്ങളോ 1 മാസങ്ങളോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും വളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്ലാന്റ് ഇപ്പോൾ കിട്ടിയപാട് ചെറിയ തൈകൾക്കൊന്നും വലിയ വളങ്ങളൊന്നും കൊടുക്കരുത്. പിന്നെ ചിലർ 18, 19 ഒക്കെ അടിക്കുന്നുണ്ട്. അതും നല്ലതല്ല. കാരണം ഇത് നമുക്ക് അവിടെ പിടിച്ച് കിട്ടണ്ടേ, എന്നിട്ട് ഈ വളങ്ങളെല്ലാം കൊടുക്കാൻ പാടുള്ളൂ. ഇതുവരെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ന്യൂ കമേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരെ പ്ലാന്റ് നഷ്ടപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇതാ പറഞ്ഞു കൊടുത്തത്. പിന്നെ വലിയ പ്ലാന്റ് ആണെങ്കിൽ ഓക്കെ, വലിയ മദർ പ്ലാന്റുകളാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ വീട്ടിലെത്തി ഒന്ന് സെറ്റായതിന് ശേഷം വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ന്യൂ കമേഴ്സിനോടാണ് പറയുന്നത്. അതുപോലെ വെള്ളം പിന്നെ ഓസിട്ടൊന്നും നനക്കരുത്. ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. പിന്നെ പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രമേ വെള്ളം കൊടുക്കാവൂ. കാരണം എഗ്ലോണിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. 3-4 ദിവസം കൂടുമ്പം പോട്ടി മിക്സ് ഡ്രൈ ആയെങ്കിൽ മാത്രം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റൂട്ട് ചീഞ്ഞാൽ പ്ലാന്റ് ഇതായി പോവും. അതുകൊണ്ടാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, വലിയൊരു പ്ലാന്റ് ഇപ്പം ജസ്റ്റ് ഇതന്നെ കാണിക്കാം. വലിയൊരു മദർ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് അഴുകി പോയി വിചാരിക്കുക. അത് വിചാരിച്ചാൽ ഈ സ്റ്റെമ്മ് നല്ലതാണെങ്കിൽ ഈ താഴേന്ന് ബേബി വരും. അപ്പോൾ നമ്മൾ ഇത് അഴുകി പോയല്ലോ അയച്ചിട്ട് ഇത് ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെക്കുക. ലീഫുകളൊക്കെ അലിഞ്ഞു പോവുക. അങ്ങനെ ഒരു ഫംഗിസൈഡ്, ഒരു ബാക്ടീരിയൽ മൂലം അങ്ങനെ വരാറുണ്ട് ചില പ്ലാന്റുകൾക്കൊക്കെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സാഫ് പരത്തി കൊടുക്കുക. പിന്നെ സ്യൂഡോമോണസ് അത് നല്ലതാണ്. അത് അവിടെ എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ലീഫ് പോയാലും അതിൻ്റെ അടിയിൽ നിന്ന് ബേബി വരും. അല്ലെങ്കിൽ മുകളിൽ കട്ട് ചെയ്തിട്ട് ആ സ്റ്റെം എടുത്തിട്ട് സാഫിൽ ഇതാക്കിയിട്ട് വേറൊരു ചെറിയ കുഞ്ഞു പോട്ടിൽ വെറും മണലിൽ വെക്കുക. അപ്പോഴും ചെറിയ തൈകളുമായിട്ടും അതിൻ്റെ ഇതായിട്ടും വളർന്നു വരും, പുതിയ പ്ലാന്റായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യാമെന്നാണ്. നമുക്ക് നല്ല രീതിയിൽ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നല്ല രസമാണ് കാണാൻ. ബ്യൂട്ടിഫുള്ളാണ് എഗ്ലോണിമ എന്ന് പറഞ്ഞാൽ തന്നെ. വീടിന് നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ തരും ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.